പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. എക്സസൈസ് 4.1 കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന അടുത്തൊരു ചോദ്യം. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1 into 2, 2 into 3, 3 into 4 plus etc. n into n plus 1. അപ്പോൾ ഇതിൽ 1.2 എന്ന് നമ്മളിത് റീഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ nth ടേം എങ്ങനെയുള്ളത് n into n plus 1. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 into 2 എന്നാണ് ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം 2 into 3. അങ്ങനെ n into n plus 1 വരെയുള്ള സമ്മ് ഈക്വൽ ടു n into n plus 1 into n plus 2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കെടുക്കാം. അതായത് പുട്ട് n ഈക്വൽ ടു 1. ഏതാണ് നമ്മുടെ ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതാ? ഈ തന്നിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കിതിൽ പി ഓഫ് എൻ ഒന്ന് എഴുതാം. പി ഓഫ് എൻ ഈസ് 1 into 2 പ്ലസ് 2 into 3 പ്ലസ് എക്സെട്ര പ്ലസ് n into n plus 1 ഈക്വൽ ടു n plus 1 into n into n plus 1, n into n plus 1, n into n plus 1 into n plus 2 all divided by 3. ഈ പി ഓഫ് എന്നിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പുട്ട് n ഈക്വൽ ടു 1. നമുക്ക് പി ഓഫ് 1 ട്രൂ ആണെന്ന് നോക്കണം. പുട്ട് n ഈക്വൽ ടു 1. എന്നിന് 1 കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ടേം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ LHS എന്തായിരിക്കും? ഫസ്റ്റ് ടേം, അതായത് 1 into 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 2 മീൻസ് 2. ദെൻ RHSൽ നമുക്ക് എന്നിന് 1 കൊടുക്കാം. 1 into 1 plus 1 into 1 plus 2 ഡിവൈഡഡ് ബൈ 3. ഇവിടെ നമുക്ക് 1 into 2 into 3 ഡിവൈഡഡ് ബൈ 3. 3 ഗെറ്റ് ക്യാൻസൽ. 1 into 2 ഈക്വൽ ടു 2. LHS ഈക്വൽ ടു RHS. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ LHS ഈക്വൽ ടു RHS, which implies what? Therefore P of 1 is true. P of 1 true ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? assume that P of K is true. Therefore assume that P of K is ട്രൂ. അതായത് എന്നിന് കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ റിസൾട്ട് ശരിയാണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുന്നു. Therefore we can write P of K as 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus n into n plus 1 equal to n into k അല്ലേ? അപ്പം നമുക്ക് k എന്നിന് പകരം നമ്മൾ കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? കെ ഇൻറ്റു കെ പ്ലസ് 1 ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 3. ഇത് നമ്മൾ ശരിയാണെന്ന് അസ്യൂം ചെയ്തു. ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ടു പ്രൂവ് വാട്ട്? പി ഓഫ് കെ പ്ലസ് 1. അപ്പം നമുക്ക് ടു പ്രൂവ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് കെ പ്ലസ് 1 വെച്ചിട്ട് പി ഓഫ് കെ പ്ലസ് 1 എന്ന് എഴുതി നോക്കാം. പി ഓഫ് കെ പ്ലസ് 1 എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഒന്ന് എഴുതി നോക്കാം ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും എന്താണെന്ന്. 1 into 2 plus 2 into 3 plus etc. plus n into n plus 1 k into k plus 1 അല്ലേ? നമ്മൾ കെ പ്ലസ് 1 അല്ലേ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് 1 ടേം എഴുതണം. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇത് കെ വരെയുള്ള സമ്മ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എന്നിന് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1, അതായത് കെ പ്ലസ് 2 ഈക്വൽ ടു റൈറ്റിൽ എന്തായിരിക്കും വരിക? എന്നിന് കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1, അതായത് n ഇൻറ്റു, ഇപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ്
3 അല്ലേ, k + 1 + 2 ദാറ്റ് ഈസ് k + 3 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. പക്ഷേ നമ്മളിത് എഴുതി നോക്കുന്നു അതിന് ലെഫ്റ്റും റൈറ്റും എന്താണെന്ന്, എന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കാം. അപ്പോൾ LHS equal to LHS equal to 1 into 2 plus 2 into 3 into 2 into 3 plus etc plus k into k plus 1. ഇത് kക്ക് കറക്റ്റാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ട് ഇതിൽ കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ kth ടേം ഇവിടെ എഴുതുന്നത്. അതായത് k + 1 വരെയാണ് ഈ p of k + 1ൻ്റെ സമ്മ് വരുന്നത്. k + 1 into k + 2 വരെയാണ്. നമ്മളിതിന് തൊട്ട് മുന്നത്തെ ടേം പക്ഷേ ഇവിടെ എഴുതുന്നുണ്ട്. എന്തിനാണ് അത് എഴുതുന്നത്? പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അല്ലേ. ആ റിസൾട്ട് ഇതിൽ കൊടുക്കുമ്പോഴേ നമുക്ക് ഈ പ്രൂഫ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ k into k + 1 ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത സമ്മിൽ അടുത്ത ടേം ഏതാണ്? പ്ലസ് k + 1 into k + 2. k + 1 into k + 2. ഇനി ഇതിൽ ആദ്യത്തെ k വരെയുള്ള സമ്മ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ച റിസൾട്ട് ഉണ്ട് ഇവിടെ അല്ലേ. എന്താണ് അസ്യൂം ചെയ്ത് വെച്ച റിസൾട്ട്? 1 into 2 plus 2 into 3 plus 3 into 4 etc. plus k into k + 1 എന്ന് പറഞ്ഞാൽ k into k + 1 into k + 2 by 3 ആണ്. അതേ സമ്മ് നമുക്ക് ഈ p of k + 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. അതായത് 1 into 2 plus 2 into 3 plus etc. plus k into k + 1. p of k + 1ൽ ഒരു ടേമും കൂടി അധികം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ടേമിനെ ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? നമുക്ക് p of kയിലുള്ള റൈറ്റ് സൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതായത് k into k + 1 into k + 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ്, അതായത് നമ്മൾ ഇത്രയും വരെയുള്ള സമ്മിന് p of kയിലുള്ള റിസൾട്ട് ഇവിടെ കൊടുത്തു. പ്ലസ് ഏതാണ് അധികം വരുന്നത്? k + 1 into k + 2. നമുക്കിവിടെ എഴുതാം k + 1 into k + 2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് p of k + 1ൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ. ഇത് കിട്ടണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഇത് കിട്ടണം. എങ്ങനെയാണ് സിംപ്ലിഫൈ എന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എന്തായാലും റിസൾട്ടിൽ 3 വേണമല്ലോ, ഡിനോമിനേറ്റർ 3 വേണം. അപ്പം നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 3 കൊടുക്കാം. അതിൽ k into k + 1 into k + 2 പ്ലസ് ഈ 3 കൊണ്ട് ഇതിനെ ഒന്ന് ക്രോസ് ആയിട്ട് ഇവിടെ റൈറ്റിലെ ഒരു ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 into k + 1 into k + 2 k + 1 into k + 2 all divided by 3. ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് കൊടുക്കാം. ഈ രണ്ട് ടേമിലും k + 1 k + 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു k + 1 into k + 2 പുറത്തെടുത്താൽ എന്താണ് അവിടെ ബാക്കി വരുന്നത് നോക്കാം. k + 1 into k + 2 ഞാൻ പുറത്തേക്ക് എടുത്താൽ ആദ്യത്തെ ടേമിൽ ആരാ ബാക്കി ഉണ്ടാവുക? k. രണ്ടാമത്തെ ടേമിലോ k + 1 k + 2 പുറത്തേക്ക് പോയി. എന്താണ് ബാക്കി? 3. അപ്പോൾ kയും പ്ലസ് 3 എന്ന് ബാക്കി വരും. അപ്പോൾ അതിന് നമുക്കിങ്ങനെ എഴുതാം k + 1 into k + 2 into k + 3 ഡിവൈഡഡ് ബൈ 3. ഇത് തന്നെയല്ലേ നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കിയേ. p of k + 1ൻ്റെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്കതിൻ്റെ റൈറ്റാണ് കിട്ടിയത്. നോക്കിയേ, k + 1 into k + 2 into k + 3 all divided by 3. അപ്പോൾ ഇതിനെ നമുക്ക് RHS ഇറ്റ് ഈസ് ഈക്വൽ ടു RHS എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു RHS. Therefore what? Therefore p of k + 1 is true. p of k + 1 is true. അപ്പോൾ p of k + 1 ട്രൂ ആണെന്ന് കിട്ടി. അതായത് നമ്മൾ 1ന് പ്രൂവ് ചെയ്തു, p of 1 പ്രൂവ് ചെയ്തു, ശരിയാണെന്ന് കിട്ടി. p of k അസ്യൂം ചെയ്തു, എന്നിട്ട് നമ്മൾ p of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു.
Therefore by PMI എന്ത് എഴുതാം ലാസ്റ്റ് സ്റ്റെപ്പ് therefore by principle of mathematical induction the result is true for all. The result is true for all natural numbers. Using PMI, prove that 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to n equal to 1 minus 1 by 2 raised to n. അപ്പോൾ ഇതിൽ നമുക്ക് P of n എന്ന് എഴുതാം. P of n 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to n equal to 1 minus 1 by 2 raised to n. ഇതിന് നമുക്ക് n-ന് ആദ്യം 1 കൊടുക്കാം. put n equal to 1. then LHS is equal to ആദ്യത്തെ ടേം മാത്രം, അതായത് 1 by 2. ലെഫ്റ്റ് സൈഡ് 1 by 2. ഇനി നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, n-ന് 1 കൊടുക്കുമ്പോഴും നമുക്ക് ആദ്യത്തെ ഒരു ടേം മാത്രമേ ഇതിൽ വരുള്ളൂ. ഇനി n-ന് 2 എന്ന് കൊടുത്താൽ എന്തായിരിക്കും വരിക? n-ന് 2 കൊടുക്കുമ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. റൈറ്റ് P of 2. P of 2 എഴുതാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതും? ആദ്യത്തെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, n-ന് 2 കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ P of n-ൽ ആദ്യത്തെ 2 ടേമാണ് വരേണ്ടത്. അപ്പം P of 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എങ്ങനെ വരും? 1 by 2 പ്ലസ് 1 by 4 വരെയാണ് എഴുതേണ്ടത് ലെഫ്റ്റ്. റൈറ്റ് നമുക്ക് എന്തെഴുതാം? 1 by 2 പ്ലസ് 1 by 4 എന്ന് ലെഫ്റ്റ് എഴുതാം. റൈറ്റിന് നമുക്ക് 1 മൈനസ് 1 by 2 raised to 2 എഴുതാം n-ന് 2 കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇതിലെ ടേംസ് എഴുതുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ നമുക്ക് n-ന് 1 ആണ് കൊടുക്കേണ്ടത്. n-ന് 1 കൊടുക്കുമ്പോൾ ഏതേ ഉണ്ടാവുള്ളൂ ലെഫ്റ്റിൽ? ഒരു ടേം, അതായത് 1 by 2. ഇനി RHS റൈറ്റ് സൈഡ് എന്തായിരിക്കും? RHS ഈക്വൽ ടു 1 മൈനസ് 1 by 2 raised to 1. That is equal to 1 minus 1 by 2 is equal to 1 by 2. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. LHS ഈക്വൽ ടു RHS. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore P of 1 is true എന്ന് പറയാം. P of 1 is true. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അസ്യൂം ചെയ്യണം അല്ലേ? എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? കേക്ക് കറക്റ്റ് ആണെന്ന്, ഈ റിസൾട്ട് n equal to കേക്ക് കറക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യണം. therefore we assume that P of k is true. P of k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി P of k എഴുതാം. P of k 1 by 2 പ്ലസ് 1 by 4 പ്ലസ് 1 by 8 പ്ലസ് എക്സെട്ര പ്ലസ് 1 by 2 raised to k. n-ന് k കൊടുക്കുന്നു. 1 മൈനസ് 1 by 2 raised to k. ഇപ്പോൾ കേക്ക് കറക്റ്റാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ടു പ്രൂവ് വാട്ട്? ടു പ്രൂവ് P of k plus 1 is true. k plus 1 is true. P of k plus 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? അതിന് P of k plus 1 എന്ന് എഴുതി നോക്കാം. P of k plus 1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നല്ലോണം അറിഞ്ഞാലേ നമുക്കത് പ്രൂവ് ചെയ്യാൻ എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ P of k plus 1 എന്ന് എഴുതി നോക്കാം. 1 by 2 പ്ലസ് 1 by 4 പ്ലസ് 1 by 8 പ്ലസ് എക്സെട്ര പ്ലസ് kth ടേം നമ്മളൊന്ന് എഴുതുന്നു. കാരണം P of k plus 1 പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് k അസ്യൂം ചെയ്ത് വെച്ച P of k ഉപയോഗിക്കണം. അതുകൊണ്ട് എപ്പോഴും ആ kth ടേം അവിടെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ P of k plus 1 നമ്മൾ എഴുതുമ്പോൾ 1 by 2 raised to k പ്ലസ് അടുത്ത ടേം എന്താ? n-ന് k plus 1 കൊടുക്കുമ്പോൾ 2 raised to k plus 1 ഈക്വൽ ടു എന്ത് കിട്ടണം? 1 മൈനസ് 1 by 2 raised to k plus 1. 2 raised to k plus 1 കിട്ടണം. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ LHS എടുക്കുക. LHS എന്താണ്? 1 by 2 പ്ലസ് 1 by 4 പ്ലസ് 1 by 8 പ്ലസ് എക്സെട്ര പ്ലസ് 1 by 2 raised to k പ്ലസ് 1 by 2 raised to k plus 1. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുന്നു.
എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പി ഓഫ് കെ പ്ലസ് വൺ പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പി ഓഫ് കെ അവിടെ ഉപയോഗിക്കണം, ഈ റിസൾട്ട് അവിടെ ഉപയോഗിക്കണം. എന്നാലേ നമുക്ക് പ്രൂഫിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ LHS നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പി ഓഫ് കെ ഉപയോഗിക്കാമല്ലോ. എങ്ങനെ? 1/2 + 1/4 + 1/8 + എക്സെട്രാ + 1/2 റേസ് ടു കെക്ക് പകരം എന്തെഴുതി കൊടുക്കാം? 1 - 1/2 റേസ് ടു കെ എഴുതാം. അതായത് ഇത്രയും വരെയുള്ള സമ്മിന് പകരം 1 - 1/2 റേസ് ടു കെ എഴുതാം. അപ്പോൾ അടുത്ത പേജ് എടുക്കാം. Therefore it is equal to, LHS ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്, 1 - 1/2 റേസ് ടു കെ എന്ന് എഴുതാം. അതായത് നമ്മുടെ കെ വരെയുള്ള സമ്മിനാണ് നമ്മളത് എഴുതിയത്. അതായത് ഈ സം ഇത്രയും വരെയുള്ള സമ്മിന് നമ്മൾ എന്തെഴുതുന്നു? 1 - 1/2 റേസ് ടു കെ. ഇനി അതിനോട് ഏത് ആഡ് ചെയ്യണം? 1/2 റേസ് ടു കെ പ്ലസ് 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇതിനോട് 1/2 റേസ് ടു കെ പ്ലസ് 1 ആഡ് ചെയ്യണം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് റിസൾട്ടിലേക്ക് എത്തണം? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എത്തേണ്ടത് 1 - 1/2 റേസ് ടു കെ പ്ലസ് 1ലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടുന്ന റിസൾട്ടിൽ 1 വേണം അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് 1 - 1/2 റേസ് ടു കെ പ്ലസ് 1 ഇതിനെ 2 റേസ് ടു കെ പ്ലസ് 1നെ നമുക്ക് 2 റേസ് ടു കെ ഇൻറ്റു 2 എന്ന് എഴുതാം. ഇനി ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ടുള്ള ഒരു ടേമിനെ നമുക്ക് പുറത്തെടുക്കണം. ഏതാണ് കോമൺ? 1/2 റേസ് ടു കെ. 1/2 റേസ് ടു കെ. അപ്പോൾ 1/2 റേസ് ടു കെനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 അവിടെ നിൽക്കട്ടെ. 1 - 1/2 റേസ് ടു കെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -1/2 റേസ് ടു കെ ആണ് ഞാൻ പുറത്തെടുത്തത്. അപ്പോൾ ഉള്ളിൽ എന്തൊക്കെ വരും? ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ ടേമിൽ, അതായത് ഇവിടെ നിന്നും -1/2 റേസ് ടു കെ പുറത്തു പോയി. അപ്പോൾ അവിടെ ബാക്കി ഉണ്ടാവുന്നത് 1 ആണ്. ഇനി നെഗറ്റീവ് പുറത്തേക്ക് പോയതുകൊണ്ട് ഇവിടെ എന്താവും? ഈ ഒരു ടേമിൽ മൈനസ് വരും. അപ്പം -1/2 റേസ് ടു കെ പോയി 1/2 ബാക്കിയുള്ളത്. അതായത് ഇവിടെ നെഗറ്റീവ് 1/2 റേസ് ടു കെ ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. അപ്പം ഈ ഒരു ടേമിൽ എന്ത് ബാക്കിയുണ്ടാവും? അത് നെഗറ്റീവ് 1/2 റേസ് ടു കെ ആണല്ലോ. അപ്പോൾ അതിൽ 1. പിന്നെ ഇവിടെ പോസിറ്റീവാണ്, നമ്മൾ നെഗറ്റീവാണ് പുറത്തേക്ക് പോയത്. നെഗറ്റീവ് 1/2 റേസ് ടു കെ പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് 1/2 ബാക്കിയുണ്ടാവും. ഇനി അതിന് നമുക്കിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/2 റേസ് ടു കെ ഇൻറ്റു 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്ത് 1 - 1/2 റേസ് ടു കെ ഇൻറ്റു 1/2. 2ൻ്റെ പവർ എത്ര വരും ഡിനോമിനേറ്ററിൽ? 2 റേസ് ടു കെ പ്ലസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് 2 റേസ് ടു കെ പ്ലസ് 1 എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു RHS. RHS കിട്ടേണ്ടത് ഒന്നുകൂടി നോക്കിയേ. RHSൽ എന്താണ് കിട്ടേണ്ടത്? 1 - 1/2 റേസ് ടു കെ പ്ലസ് 1. ഈ എക്സ്പോണൻസിൻ്റെ ലോ നമുക്ക് നന്നായിട്ട് അറിയണം. കൂട്ടുകയും കുറക്കുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോഴേ എങ്ങനെ ഈ എക്സ്പോണൻറ്റ് മാറുന്നെന്നുള്ളത് നന്നായിട്ട് നമുക്കിതിൽ റൂൾ അറിയണം. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് നന്നായിട്ട് മനസ്സിലാക്കി ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ 1 - 1/2 റേസ് ടു കെ പ്ലസ് 1 RHS കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെഴുതാം? പി ഓഫ് ദെർഫോർ വാട്ട്? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. Therefore by PMI the result is true for all. Result is true for all natural numbers. എല്ലാ നാച്ചുറൽ നമ്പറിനും കറക്റ്റാണെന്ന് നമുക്ക് പറയാം. PMI പ്രകാരം അതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുന്നു. ബൈ PMI ദി റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇനി അടുത്ത ചോദ്യം ഇത് പ്രത്യേക മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ചോദ്യം ഒരുപാട് പ്രാവശ്യം എക്സാമിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എഴുതി പഠിക്കണം. ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റീജർ, ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റീജർ പ്രൂവ് ദാറ്റ് 7 റേസ് ടു n മൈനസ് 3 റേസ് ടു n ഈസ് ഡിവിസിബിൾ ബൈ 4. ഇവിടെ നമ്മുടെ പി ഓഫ് എൻ എന്താണ്?
നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പി ഓഫ് എൻ 7 റേസ് ടു എൻ മൈനസ് 3 റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ 4 അല്ലേ? അതായത് 4ൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം ഈ 7 റേസ് ടു എൻ മൈനസ് 3 റേസ് ടു എൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ പി ഓഫ് എന്നെ ഞാൻ ഇതുപോലെ വേർഡ്സിൽ എഴുതുന്നതിന് പകരം നമ്മൾ എഴുതുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കതിനെ 4D എന്ന് പറയാം. 4ൻ്റെ മൾട്ടിപ്പിളാണ്. 4M എന്നോ 4D എന്നോ 4K എന്നോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നമുക്കിവിടെ 4D ഞാൻ എടുക്കുന്നത് 4D 4 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ 4D നമ്മൾ മാത്സിൽ എന്തും നമ്മൾ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത്. ആ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണ്? 4 കൊണ്ട് ഡിവിസിബിളാണ് അല്ലെ 4ൻ്റെ മൾട്ടിപ്പിളാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി കഴിഞ്ഞു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിനെ കുറച്ച് ഷോർട്ടാക്കിയിട്ട് എഴുതി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? പുട്ട് n ഈക്വൽ ടു 1. അപ്പോൾ പുട്ട് n ഈക്വൽ ടു 1, എന്നിന് 1 എന്ന് കൊടുക്കും. അപ്പോൾ LHS എന്താ കിട്ടുക? LHS ഈക്വൽ ടു 7 റേസ് ടു 1 മൈനസ് 3 റേസ് ടു 1. അതായത് 7 മൈനസ് 3 എന്താണ് കിട്ടുന്നത്? 4 അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 4? അപ്പോൾ നമുക്ക് 4നെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ഓർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ 4D എന്ന് എഴുതാം. അപ്പം 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. Therefore we write 4D. That is equal to RHS. Therefore the result is true for n equal to 1. That means therefore P of 1 is true. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ രീതിയിലല്ല ഇത് എഴുതുന്നത്. കാരണം ഇത് ഈക്വൽ ടു എന്നുള്ള അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഒന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മളത് 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലെങ്കിൽ 4D ആണെന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിളാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടിയത് എന്താണ്? 4 ആണ്. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. Therefore we write 4D. അപ്പോൾ P of 1 is true. ഇനി എന്താ അസ്യൂം ചെയ്യണം? Assume that the result is true for n equal to k. അതായത് assume that P of k is true. P of k true ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. P of k true ആണെങ്കിൽ എങ്ങനെ എഴുതാം? Therefore what? ആ കേക്ക് എന്നിന് k കൊടുക്കുമ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക? 7 റേസ് ടു k മൈനസ് 3 റേസ് ടു k ഈക്വൽ ടു ഈസ് ഡിവിസിബിൾ ബൈ 4 അല്ലേ? അപ്പോൾ 4D നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം. അപ്പോൾ കേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? ടു പ്രൂവ് വാട്ട്? പ്രൂവ് ചെയ്യേണ്ടത് എന്താ? P of k plus 1 is to prove P of k plus 1 is true. P of k plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. P of k plus 1നെ ഒന്ന് എഴുതി നോക്കാം. 7 റേസ് ടു k plus 1 മൈനസ് 3 റേസ് ടു k plus 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് 4D ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാനതിൻ്റെ LHS എടുത്തിട്ട് നമുക്ക് നോക്കാം അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. അപ്പോൾ അടുത്ത പേജിലെടുക്കാം. നമുക്ക് 7 റേസ് ടു k plus 1 മൈനസ് 3 റേസ് ടു k plus 1. ഇനി ഇതിനെ 4ൻ്റെ മൾട്ടിപ്പിളാക്കി നമുക്ക് കൊണ്ടുവരണം. അപ്പോഴെപ്പോഴും ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? P of k plus 1 പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ച റിസൾട്ട് ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ ചെയ്ത എല്ലാ ചോദ്യത്തിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിലും നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ P of k plus 1 പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ റിസൾട്ട് മനസ്സിലുണ്ടാവണം. 7 റേസ് ടു k മൈനസ് 3 റേസ് ടു k എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ റിസൾട്ട് ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇനി ഇതിനെ പല രീതിയിൽ ഇത് ചെയ്യാം. ഒരു രീതി ഞാനിവിടെ ചെയ്ത് കാണിക്കാം, ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ 7 റേസ് ടു k പ്ലസ് 1നെ 7 റേസ് ടു k ഇൻറ്റു 7 എഴുതുന്നു. അതുപോലെ 3 റേസ് ടു k പ്ലസ് 1നെ 3 റേസ് ടു k ഇൻറ്റു 3 എഴുതും. ഇനി ഈ രണ്ട് ടേമിൻ്റെയും ഇടയിൽ ഒരു പുതിയ ടേം നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ കൊടുക്കുകയാണ്. ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ടേം ആഡ് ചെയ്യുന്നു, സബ്ട്രാക്റ്റ് ചെയ്യുന്നു.
നമുക്ക് എങ്ങനെയാണ് ഏത് ടേം ആഡ് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 7 റേസ് ടു കെ ഇൻറ്റു 7 ഞാൻ മൈനസ് 7 റേസ് ടു കെ ഇൻറ്റു 3 എന്ന് ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് 7 റേസ് ടു കെ ഇൻറ്റു 3 ആഡ് ചെയ്യുന്നു. അപ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നില്ല. നമ്മളിവിടെ മൈനസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്തു, പ്ലസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ഇത് രണ്ടും ക്യാൻസലായി പോകേണ്ട ടേമാണ്. പക്ഷെ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, നമുക്കിത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. ഇനി ഏത് ടേം ഇവിടെ ബാക്കിയുണ്ട്, നമ്മൾ നേരത്തെ ഉള്ള നമ്മളുടെ ടേം അവിടെ ബാക്കിയുണ്ട് അല്ലേ, മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3. ഇനി ആദ്യത്തെ 2 ടേം നോക്കാം. ആദ്യത്തെ 2 ടേം ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, 7 റേസ് ടു കെ ഉണ്ട്. അപ്പോൾ 7 റേസ് ടു കെനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 7 മൈനസ് 3 ഉള്ളിൽ വരും അല്ലേ. അതായത് ഇതിൽ 7 ബാക്കിയുണ്ട്, ഇതിൽ 3 ബാക്കിയുണ്ട്. അപ്പോൾ 7 മൈനസ് 3 വരും. ഇനി പ്ലസ് ഈ 2 ടേമിൽ ആരാ പുതുതായിട്ടുള്ളത്, കോമൺ ആയിട്ടുള്ളത് 7 റേസ് ടു കെ ഇൻറ്റു 3, 3 റേസ് ടു കെ ഇൻറ്റു 3. രണ്ടിലും കോമൺ ആയിട്ട് 3 ഉണ്ട്. നമുക്കിവിടെ പ്ലസ് 3 ഇൻറ്റു 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ എന്നെ കൊടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 3 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 7 റേസ് ടു കെ പ്ലസ് 3 ഇൻറ്റു 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ. ഇതിൽ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം 4 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. 4 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ 4 കൊണ്ട് 7 റേസ് ടു കെനെ മൾട്ടിപ്ലൈ ചെയ്താലോ ഈ നമ്പറും 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പം ഇതൊരു 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി അടുത്ത ടേം ഒന്ന് നോക്കിയേ, 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്തപ്പോൾ പറയുന്നുണ്ട് ഇതെന്താണ്, 4ൻ്റെ മൾട്ടിപ്പിളാണ്. 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പം ഇൻറ്റു 3 തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾ ഇൻറ്റു 3 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇത് രണ്ടിന് സമ്മ്, 2 4ൻ്റെ മൾട്ടിപ്പിൾ തമ്മിൽ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. 4ൻ്റെ മൾട്ടിപ്പിളും ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും വീണ്ടും കിട്ടുന്നത് എന്താണ്, 4ൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 4D കൊണ്ട് ഉദ്ദേശിക്കുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 കൊണ്ട് ഡിവിസിബിളായ ഒരു നമ്പറും മറ്റൊരു നമ്പറും കൂടി ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, ദെർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. ദെർഫോർ ബൈ പി എം ഐ the result is true for all n belongs to capital N. That means for all natural numbers. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളടുത്ത ചോദ്യം, for every positive integer n, prove that 10 raised to 2n minus 1 plus 1 is divisible by 11. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റീൻ്റെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പി ഓഫ് എൻ ഇവിടെ എഴുതാം. എന്താണ് പി ഓഫ് എൻ വരിക, 10 raised to 2n minus 1 plus 1 ഈക്വൽ ടു 11d എന്ന് എഴുതാം അല്ലേ. 11 കൊണ്ട് ഡിവിസിബിളാണ്, ഡിവിസിബിൾ ബൈ 11, ദഫോ 11d. ഇനി ഇപ്പോൾ 10 ഈക്വൽ ടു 1, എന്നിന് 1 കൊടുക്കാം. അപ്പോൾ 10 raised to 2 into 1, that is 2. 2 minus 1 plus 1 equal to 10 raised to 1, that is 10 plus 1 equal to 10 plus 1 11 ആണ്. 11 is clearly divisible by 11. Therefore 11d, 11 equal to 11d. Therefore p of 1 is true. P of 1 is true. P of 1 is true. P of 1 true ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അസ്യൂം ചെയ്യണം അല്ലേ. Therefore we assume that
assume that P of k is true. P of k true ആണെന്ന് assume ചെയ്യുന്നു. അതായത് 10 raised to 2k minus 1 plus 1 equal to 11d എന്ന് assume ചെയ്യും. To prove what? To prove P of k plus 1 is true. P of k plus 1 true ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. Therefore P of k plus 1 എന്താണ് P of k plus 1 കിട്ടേണ്ടത്? 10 raised to 2 into k plus 1 minus 1 plus 1 equal to 11d. ഇതാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? P of k plus 1ൽ അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് 10 raised to 2 k plus 1 minus 1 plus 1 equal to 10 raised to 2k plus 2 അല്ലേ, മൈനസ് 1 പ്ലസ് 1 ഇങ്ങനെ എടുക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ ചെറിയ നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കത് ആൻസറിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇവിടെ 10 raised to 2k plus 2 minus 1 എന്നാണുള്ളത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് ആ കേക്കുള്ള റിസൾട്ട്, അതായത് പി ഓഫ് കെ എന്ന് പറയുന്ന റിസൾട്ട് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പി ഓഫ് കെ എന്ന് പറയുന്ന റിസൾട്ടിലുള്ള എക്സ്പോണൻ്റ് വരുന്ന വിധത്തിൽ ഞാനിതിനെ ഒന്ന് മാറ്റുന്നു. അപ്പോൾ എങ്ങനെ മാറ്റാം നമുക്ക്? 10 raised to നമ്മളിതിനെ 10 raised to 2k minus 2 എന്നുള്ളതിനെ ഞാൻ 10 raised to 2k minus 1 എടുക്കുന്നു. 10 raised to 2k plus 2 minus 1 ആണ്. ഈ 2 minus 1 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാതെ 2kയും മൈനസ് 1ഉം ചേർത്ത് എഴുതിയിട്ട് ഇതിനെ എങ്ങനെ മാറ്റുന്നു? ഇൻറ്റു 10 raised to 2 എന്ന് എഴുതുന്നു. കറക്റ്റ് അല്ലേ? അതായത് 10 raised to 2k minus 1 plus 2. അപ്പോൾ 10 raised to 2k minus 1 ഇൻറ്റു 10 raised to 2. കറക്റ്റ് ആണല്ലോ. ടോട്ടൽ എന്ത് വരും? എക്സ്പോണൻ്റ് 2k minus 1 plus 2. 2k minus 1 plus 2. ഇനി ഇതിനെ പുറത്തെന്തുണ്ട്? ഒരു പ്ലസ് 1 ഉണ്ട് അല്ലേ? പ്ലസ് 1 ഇവിടെ ഉണ്ട്. നമുക്കതിനെ എഴുതി കൊടുക്കാം. ഇനി ഇതിനെ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 2k minus 1 ഇൻറ്റു 100 എന്ന് എഴുതും. പ്ലസ് 1. ഇനി 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 raised to 2k minus 1 ഇൻറ്റു 100നെ 99 plus 1. എന്തിനായിരിക്കും 100നെ നമ്മൾ 99 plus 1 എഴുതിയത്? നമ്മുടെ എയിം 11ൻ്റെ മൾട്ടിപ്പിൾ വരണം എന്നാണ്. 11ൻ്റെ മൾട്ടിപ്പിൾ അവിടെ കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് നമ്മൾ 99 എഴുതുന്നത്. 99 11ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. ഇനി നമ്മൾ ഈ ഇവിടെയുള്ള ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റിൻ്റെ പുറത്താരാണ്? 10 raised to 2k minus 1 ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 2k minus 1 ഇൻറ്റു 99 പ്ലസ് 10 raised to 2k minus 1 ഇൻറ്റു 1 അല്ലേ? ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ പിന്നെ ആരാ ഉള്ളത്? അതിൻ്റെ കൂടെ പുറത്തൊരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അത് നമുക്ക് എഴുതാം. പ്ലസ് 1 ഉണ്ട്, അതവിടെ എഴുതാം. പ്ലസ് 1. ഇനി നോക്കാം, ഈ ഒരു ടേം 99 എന്ന് പറഞ്ഞാൽ 11ൻ്റെ മൾട്ടിപ്പിളാണ്. അതിനെ 10 raised to 2k minus 1 മൾട്ടിപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് 11ൻ്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. അപ്പം നമുക്കതിനെ 11d എന്ന് എഴുതാം. ഇനി അടുത്ത രണ്ട് ടേം ശ്രദ്ധിക്കുക. 10 raised to 2k minus 1 പ്ലസ് 1 ആണ് അല്ലേ? ഇത് നമ്മൾ n=k കൊടുത്തപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം എന്തെഴുതാം? 11d. 11 കൊണ്ട് ഡിവിസിബിളാണ്, ഇതും 11 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ രണ്ട് 11ൻ്റെ മൾട്ടിപ്പിളുകൾ ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 11d എന്ന് എഴുതാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ 11d എന്ന് എഴുതുന്നത് 11ൻ്റെ മൾട്ടിപ്പിളാണെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. 11d പ്ലസ് 11d 22d എന്ന് എഴുതി പോകാൻ പാടില്ല. ഇത് ഓൾജിബ്രിക് സമ്മല്ല. അപ്പോൾ 11d എന്ന് എഴുതേണ്ടത്.
ഇപ്പം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ദർഫോർ എന്തെഴുതാം? ദർഫോർ വാട്ട്? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. ഇനി എന്ത് പറയാം? ബൈ പി എം ഐ, ദർഫോർ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ the result is true for all n belongs to capital N. Result is true for all n belongs to capital N. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതി പഠിക്കണം. ഇത് പ്രത്യേക ടൈപ്പ് ചോദ്യമാണ്. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കാം. ഇനി ഒരു ക്ലാസ് കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ എക്സസൈസാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അസൈൻമെൻ്റായിട്ട് ചെയ്ത് നോക്കണം. സംശയമുള്ളത് ചോദിക്കാം.